ഇത് മലയാള നാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കലയ്ക്കും സാഹിത്യത്തിനും പുകൾപെറ്റ തൃശ്ശൂർ എന്ന തൃശ്ശൂർ നഗരം. ഒട്ടേറെ സാംസ്കാരിക നായകരുടെയും വിശിഷ്ട വ്യക്തികളുടെയുമൊക്കെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ടുനിന്ന നാട്. ഇനി യാത്ര ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരെയുള്ള കുറ്റൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. പ്രകൃതി പച്ചവിരിച്ച വയലേലകൾക്കിടയിലൂടെ ഒരു യാത്ര. മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ എത്തുന്നത് കുറ്റൂരിലേക്കാണ്. അധികം പരിഷ്കാരങ്ങൾ കടന്നു വരാത്ത ഒരു കൊച്ചു ഗ്രാമം. അഭീഷ്ട വരദായിനിയായ നെയ്തലക്കാവിലമ്മയുടെ കാരുണ്യവർഷത്താൽ ധന്യമാണ് ഇവിടം. ഇവിടെയാണ് ഒട്ടേറെ രോഗികൾക്ക് മനഃശാന്തിയും രോഗശാന്തിയും നൽകുന്ന ശാന്തിതീരം എന്ന ആതുരാലയം സ്ഥിതി ചെയ്യുന്നത്. വാർദ്ധക്യത്തിൽ മനസ്സും ശരീരവും തളർന്നവർക്ക് ഈ കേന്ദ്രം താങ്ങും തണലുമാണ്. മാതൃത്വം എന്നാൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉത്തമ ആവിഷ്കാരമാണെന്ന അറിവുള്ള പി. തുളസിബായ് എന്ന ഡോക്ടറാണ് ഈ സ്ഥാപനത്തിന്റെ സാരഥി. സർക്കാരിന്റെ ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഈ വനിത തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നേരിട്ടു കണ്ടതാണ് ഇത്തരമൊരു കേന്ദ്രം ആരംഭിക്കാൻ കാരണം. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കുവാനും അതുപോലെ തന്നെ മരിക്കുവാനും അവകാശമുണ്ടെന്ന് ഈ ഡോക്ടർ വിശ്വസിക്കുന്നു. ശാന്തിതീരം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് 2001 രജിസ്റ്റർ ചെയ്തു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ ആശയം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരേ ബാച്ചിൽ പഠിച്ച കുറച്ച് ഡോക്ടർമാരും അവരുടെ സുഹൃത്തുക്കളും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആണ് ഈ ആശയം ഉണ്ടായത്. അതിന് എങ്ങനെയാണ് ഈ വയസ്സായിട്ട് തീരെ അവശതയായി വീട് കിടക്കുന്ന രോഗികൾക്ക് എന്ത് സഹായമാണ് ഞങ്ങൾ ഡോക്ടർമാരെന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ആശയം അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് വന്നപ്പോഴാണ് തോന്നിയത്. അത് കണ്ടിട്ടുള്ള ആ വേദന അവരെ എങ്ങനെയാണ് അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും നമുക്ക് എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ ശാന്തിതീരം ഹോസ്പൈസ് എന്നുള്ള ആശയം ഉടലെടുത്തത്. അങ്ങനെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരായിട്ടുള്ള ഞാൻ, ഡോക്ടർ സുഭദ്ര, ഡോക്ടർ മീനാക്ഷി, അങ്ങനെ കുറേ പേര് ചേർന്നിട്ടാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഡോക്ടർമാരല്ലാത്ത സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. എഞ്ചിനീയർമാരും ഇതിൽ ഉണ്ട്. 2005 ആയപ്പോഴേക്കും ഒരു ചെറിയ കെട്ടിടം എന്നുള്ള നിലയിൽ 4 മുറിയുള്ള ഒരു കെട്ടിടം വയ്ക്കാനും സാധിച്ചു. 2005 ജൂൺ 1 ഏറ്റവും ആദ്യമായിട്ട് ഒരു രോഗിയെ അവിടെ കൊണ്ടുവന്ന് കിടത്തുകയും അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള 2 പേരെ നിയമിക്കുകയും ചെയ്തു. ആദ്യം 4 മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെ തന്നെ പലരെയും സമീപിക്കുകയും അവരുടെ എല്ലാം സഹായം, സാമ്പത്തികമായും ഉള്ള സഹായം കാരണം മെമ്പർഷിപ്പായിട്ടും ഡൊണേഷൻസായിട്ടും തന്നു. ഒരുപാട് സഹായത്തോടു കൂടിയിട്ട് ഈ കെട്ടിടത്തിനെ കുറച്ചുകൂടി വിപുലമാക്കാനും അതിൽ
ഈ സ്ഥിരമായിട്ട് ജോലിക്ക് കുറേ സ്ത്രീകളെ ട്രെയിനിങ് കൊടുക്കാനും സാധിച്ചു. എന്താണ് വാർദ്ധക്യം? വാർദ്ധക്യത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? പലരും അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാറില്ല. ചിന്തിക്കാൻ സമയം കിട്ടാറില്ല എന്നതാണ് പ്രധാന കാരണം. പ്രായം കൂടുന്തോറും ശരീരകോശങ്ങൾക്ക് അപചയം സംഭവിക്കുന്നതുകൊണ്ടാണ് മനുഷ്യന് വാർദ്ധക്യമുണ്ടാകുന്നത്. ഈ അവസ്ഥയിൽ തൊലിയുടെ സങ്കോച വികാസ ശക്തി നഷ്ടപ്പെടുകയും തൊലിക്കടിയിലുള്ള കൊഴുപ്പിന്റെ അംശം കുറയുകയും ചെയ്യുന്നു. തൊലി ചുക്കിച്ചുളിയുന്നതിന് പ്രധാന കാരണം ഇതാണ്. പ്രമേഹം, രക്താതിസമ്മർദ്ദം, പാർക്കിൻസോണിസം, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ എന്നീ രോഗങ്ങളാണ് സാധാരണ പ്രായമായവരിൽ കണ്ടുവരുന്നത്. തന്മൂലം ആരോഗ്യവും ശാരീരികമായ കഴിവുകളും മനോഹാരിതയുമെല്ലാം നഷ്ടപ്പെടുന്നത് സ്വാഭാവികം മാത്രം. സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ വായുവും വെളിച്ചവും കടക്കാത്ത മുറികളിൽ വൃത്തിയില്ലാതെ പുഴുവരിച്ചു കിടക്കുന്ന ജീവിതങ്ങളെ ഡോക്ടർ തുളസിബായി കണ്ടു. ഈ കാഴ്ചകളാണ് മനസ്സു നിറയെ കാരുണ്യവും കാലത്തെ വെല്ലുന്ന ഇച്ഛാശക്തിയുമുള്ള ഈ അമ്മയെ ശാന്തിതീരം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. 4 മുറികളിലായി എളിയ രീതിയിൽ ആരംഭിച്ച ശാന്തിതീരത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം 2011 ഒക്ടോബർ 15 സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. ഉദാരമതികളുടെയും ജനപ്രതിനിധികളുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത് സാധ്യമായത്. മനുഷ്യരിൽ കാരുണ്യത്തിന്റെ ഉറവ വറ്റിയിട്ടില്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ 21 രോഗികളെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇപ്പോൾ ശാന്തിതീരത്തിൽ ഞങ്ങൾ സാധാരണ പ്രായമായി തീരെ അവസരമായി കിടപ്പായിട്ടുള്ള രോഗികൾ, സ്വന്തമായിട്ട് യാതൊരു കാര്യം ചെയ്യാൻ സാധിക്കാത്ത രോഗികളെയാണ് കിടത്തി ചികിത്സിക്കുന്നത്. അതിൽ അധിക പേരും വീട്ടിൽ അവരെ നോക്കാൻ യാതൊരു സാഹചര്യം ഇല്ലാത്ത നിലയിലാണെന്ന് ഉറപ്പായാൽ മാത്രമേ എടുക്കാറുള്ളൂ. ഉദാഹരണത്തിന് കല്യാണം കഴിക്കാതെ വീട്ടിലാരും ഭർത്താവോ കുട്ടികളോ ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, വയസ്സായി അവർക്ക് കിടപ്പിലായാൽ അവരെ നോക്കാൻ ആരും ഉണ്ടായില്ല. അങ്ങനെയുള്ളവരെയാണ് അധിക പേരും ഇവിടെ വരുന്നത്. പിന്നെ വിഡോ, അതായത് ഭർത്താവ് മരിച്ച് കുട്ടികളില്ലാത്ത സ്ത്രീകൾ. അതിന് പുറമെ കല്യാണം കഴിക്കാതെ പ്രായമായി ഈ സ്ട്രോക്ക് പോലെയുള്ള വാദം വന്ന് പാരാലിസിസ് വന്ന് എല്ലാ പുരുഷന്മാർ, അതേപോലെ ഭാര്യ മരിച്ചിട്ട് കുട്ടികളില്ലാത്ത ആണുങ്ങൾ, ഇങ്ങനെയുള്ളവരാണ് കൂടുതലും ഞങ്ങൾ എടുക്കാറുള്ളത്. പലപ്പോഴും അവർക്ക് ഫിസിയോതെറാപ്പി, സമയത്തുള്ള ഭക്ഷണം, സമയത്തുള്ള മരുന്ന് കൊടുക്കൽ എല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു 70% പേരും പഴയ പോലെ അവർക്ക് നടന്ന് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യേണ്ട നിലയിലെത്തിച്ചിട്ട് അവരെ പറഞ്ഞേക്കാറുണ്ട്. തീരെ അവസരമായവരെ മാത്രം നോക്കി അവരെ റിക്കവറി ചെയ്യുമ്പോൾ കൊണ്ടുപോകാനാവില്ലാത്തതാണ് ഇന്നത്തെ ഒരു പ്രതിസന്ധി. മസ്തിഷ്ക മരണം സംഭവിച്ചാലും മറ്റുള്ള എല്ലാ ശരീര ഭാഗങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ ശരീരം സംരക്ഷിക്കേണ്ടതും നമ്മുടെ ചുമതലയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നും തിരിച്ച് പ്രതികരിക്കാനോ സംസാരിക്കാനോ യാതൊരു സാധിക്കുകയില്ല. അങ്ങനത്തെവരാണ് ഏറ്റവും അധികം ദയനീയമായിട്ടുള്ള സ്ഥിതിയിൽ വരുന്നത്. അവരെ നമ്മൾ ഒരു തരത്തിലും എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. ചോദിക്കാനോ പറയാനോ ഒക്കെ പറയും. അങ്ങനത്തെ രോഗികളും ധാരാളം ഇവിടെ വരാറുണ്ട്. അവരെ നമ്മൾ അവസാന കാലം വരെ പരിചരിച്ച് ശുശ്രൂഷിച്ച് അവസാനം വരെ നോക്കണം. ആഴ്ചയിൽ 5 ദിവസവും ഇവിടെ OP വിഭാഗം പ്രവർത്തിക്കുന്നു. ഒട്ടേറെ ഡോക്ടർമാർ തങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടുത്തെ രോഗികൾക്കായി വിനിയോഗിക്കുന്നു. രോഗികളോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്നതിനാൽ
ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് രോഗികൾ എത്താറുണ്ട്. രോഗികളെ വളരെ ക്ഷമയോടും സ്നേഹത്തോടും കൂടി ശുശ്രൂഷിക്കുന്നതിൽ പരിശീലനം നേടിയ ജോലിക്കാരാണ് ഇവിടെയുള്ളത്. ഭക്ഷണവും മരുന്നും യഥാസമയം കൊടുക്കാനും അവർക്ക് വേണ്ട മറ്റു പരിചരണങ്ങൾക്കും ഇവർ സദാ സന്നദ്ധരാണ്. ഓരോ രോഗിയും ദൈവത്തിന്റെ പ്രതിരൂപമാണ്. അവർക്ക് സേവനം ചെയ്യുന്നത് ദൈവത്തിനു കൂടിയുള്ള സേവനമാണ്. മാതാവും പിതാവും ഗുരുവുമെല്ലാം ദൈവമാണെന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുന്നത് നമുക്കിവിടെ നേരിട്ടു കാണാം. ഞാൻ ഇപ്പോൾ 6 വർഷമായി ജോലി ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ബെഡ്റൂം പേഷ്യൻസാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, മരുന്ന്, അവരുടെ ചികിത്സകളൊക്കെ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് ചെയ്യും. പിന്നെ അവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി അല്ലെങ്കിൽ ഡെത്തായി ഒക്കെ പോകുമ്പോൾ നമുക്ക് അവർക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ നമുക്കുണ്ടാവും. ശാന്തി തീരം എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനം ആചരിക്കുന്നു. അമ്മമാർക്ക് ഒരുമിച്ച് കൂടാനും സന്തോഷം പങ്കുവയ്ക്കാനും ഈ അവസരങ്ങളിൽ കഴിയുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികൾ ഈ ചടങ്ങുകളിൽ സംബന്ധിക്കാറുണ്ട്. ഒപ്പം മനസ്സു നിറയ്ക്കുന്ന നൃത്ത പരിപാടികളും ഇവിടെ കാണാം. പ്രായമായവർക്ക് വേണ്ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നേത്ര ചികിത്സാ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതും ശാന്തി തീരത്തിന്റെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു. നഗരത്തിലെ പ്രമുഖ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആരോഗ്യമേഖലയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ കോർത്തിണക്കി സായാഹ്നത്തിലെ സൂര്യശോഭ എന്ന പേരിൽ ഒരു പുസ്തകവും ഡോക്ടർ തുളസിബായി രചിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഭിഷഗ്വരന് രോഗികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്നും സമൂഹം മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും പ്രത്യേകം പരാമർശിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 2ാം ഭാഗം രചനയുടെ അവസാന ഘട്ടത്തിലാണ്. കർമ്മകൃതം ഈശ്വരേ സംന്യസ്യ, അതായത് ചെയ്യുന്ന കർമ്മം ഈശ്വരനിൽ അർപ്പിക്കുക എന്നാണ് ഡോക്ടർ തുളസിബായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ നാം ജീവിതത്തിൽ കാണാനും ശ്രദ്ധിക്കാനും ഇഷ്ടപ്പെടാത്തത് ഡോക്ടർ കാണുന്നു. അവിടെയാണ് നാം സ്വയം തിരിച്ചറിയേണ്ടത്. കർമ്മനിരതയായ ഒരമ്മയുടെ ജീവിതയാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2 രോഗിയിൽ നിന്ന് ഇപ്പോൾ 80-ലധികം രോഗികളെ ഇവിടെ കിടത്തി ചികിത്സിക്കാനും അവർക്ക് പരിചരണം നൽകാനും അതിൽ പകുതിയിലധികം പേരെയും കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ യാതൊരു വിധത്തിലും ചാൻസ് അല്ലെങ്കിൽ തിരിച്ചൊരു ജീവിതം ഇല്ലാതെ എന്ന് വിചാരിച്ചവരെ പോലും നമുക്ക് തിരിച്ച് അവരെ ഒരു ജീവിതത്തിലേക്ക് അവരുടെ വീട്ടിലേക്ക് പറഞ്ഞാൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ പേര് വളരെ അത്യാസന്ന നിലയിലായിട്ടില്ല പലർക്കും, അതും വീട്ടിൽ കിട്ടാത്ത ശുശ്രൂഷ കിട്ടാതെയും വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞവർ അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു ശാന്തമായി അവരെ വളരെ നല്ല രീതിയിൽ പരിചരിച്ച് സ്നേഹത്തോടുകൂടി പരിചരിച്ച് അവർക്ക് ശാന്തമായും വളരെ വിഷമമില്ലാത്ത ഒരു മരണത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് സാധിച്ചു. അതായത് അത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. അവരുടെ അവസാനത്തെ വാക്കുകൾ വളരെയധികം ഞങ്ങളെ സ്പർശിക്കാറുണ്ട്. അതെ, ഈ സേവനം, ഈ യാത്ര എന്നും വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. പെയ്തു തോരാത്ത നൊമ്പരത്തോടെ ജന്മം നൽകിയവരോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടിന്റെ യാത്ര.
കണ്ണടയുവോളം ഒരു യാത്ര.